ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചാണ് ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഈ ആശങ്ക നിറഞ്ഞ സാഹചര്യത്തിൽ ഖത്തറിനെ അനുനയിപ്പിക്കാൻ നീക്കം നടത്തുകയാണ് ഇപ്പോൾ അമേരിക്ക. US സന്ദർശനത്തിനെത്തിയ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി വൈറ്റ് ഹൌസിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും കൂടിക്കാഴ്ച നടത്തി. ഖത്തർ പ്രധാനമന്ത്രിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്താഴ വിരുന്ന് നൽകുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് വെളിപ്പെടുത്തി. ചർച്ചകളിൽ US പ്രധാന പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കും. ചൊവ്വാഴ്ച ഖത്തറിൽ സംഭവിച്ചതുപോലെയുള്ള ആക്രമണങ്ങൾ ഇനി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലെന്നും ട്രംപ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉടൻ ഇസ്രയേൽ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം 2 വർഷമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഇസ്രയേൽ അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ഖത്തർ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. എങ്കിലും മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ പിന്തിരിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറിൽ ആക്രമണം നടത്തി ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ വധിക്കാനാണ് ഇസ്രയേൽ ശ്രമിച്ചത്. എന്നാൽ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രയേലിനായില്ല. ഒപ്പം സംഘർഷം ഗൾഫിലേക്ക് വ്യാപിക്കാനും സാധ്യത തുറന്നു. ഇസ്രയേൽ ആക്രമണങ്ങളിൽ US പ്രസിഡന്റ് കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചൊവ്വാഴ്ചയായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ ഖത്തർ ശക്തമായി പ്രതിഷേധിച്ചു. ഭീരുത്വപൂർണമായ സമീപനമാണ് ഇസ്രയേൽ നടത്തിയതെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇസ്രയേൽ നടത്തിയതെന്നും ഖത്തർ പറഞ്ഞിരുന്നു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ നേതൃത്വം നൽകുന്ന രാജ്യമാണ് ഖത്തർ. അതേസമയം അമേരിക്കയുമായുള്ള സുരക്ഷാ പങ്കാളിത്തം പുനഃപരിശോധിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന അമേരിക്കൻ മാധ്യമങ്ങളുടെ വാർത്തകൾ ഖത്തർ തള്ളിയിരുന്നു. ഖത്തറിനും US-നും ഇടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള കൃത്യവും പരാജയപ്പെട്ടതുമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം വ്യാജ വാർത്തകളെന്ന് സ്റ്റേറ്റ് ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഖത്തറും US-ഉം തമ്മിലുള്ള സുരക്ഷാ പ്രതിരോധ പങ്കാളിത്തം എക്കാലത്തെയും പോലെ ശക്തമായി തന്നെ തുടരും. വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണത്തിലാണ്. മേഖലയിലെ സമാധാനവും സുരക്ഷിതത്വവും ശക്തിപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയെന്ന അമേരിക്കയുടെ പ്രസ്താവന ഖത്തർ തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുമായുള്ള സുരക്ഷാ സഹകരണം പുനഃപരിശോധിക്കാൻ ഖത്തർ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകളും പ്രചരിച്ചത്. ഖത്തറിനു മേൽ ആക്രമണം നടത്തുന്നതിനായി 2 മാസത്തിലേറെയായി ഇസ്രയേൽ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും CNN പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, ഹമാസിന്റെ ഉന്നത നേതാക്കൾ ദോഹയിലെത്തുമെന്ന കാര്യം ഉറപ്പാക്കിയ ശേഷമാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. നീക്കം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് നേരത്തെ വിവരം ലഭിക്കാതിരിക്കാൻ ഇസ്രയേൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതേസമയം ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ താവളവും കൂടിയായിരുന്നു ഇവിടെ. ഹമാസിന്റെ മുഖ്യ മധ്യസ്ഥനായ അൽ ഹയ്യ വർഷങ്ങളായി ദോഹയിലാണ് താമസിക്കുന്നത്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഗാസയിലും വിദേശത്തുമുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിടുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. ഇറാനിൽ ഇസ്മായിൽ ഹനിയയെയും ലെബനനിൽ സാലിഹ് അൽ അരൂരിയെയും വധിച്ചതുപോലുള്ള ആക്രമണങ്ങളും ഓപ്പറേഷനുകളും ശത്രു രാജ്യങ്ങളിൽ മാത്രമാണ് ഇസ്രയേൽ ഇതുവരെ നടത്തിയിരുന്നത്. വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക മധ്യസ്ഥ പങ്ക് വഹിക്കുകയും US-ന്റെ വലിയ സൈനിക സാന്നിധ്യമുള്ളതുമായ ഒരു പരമാധികാര രാജ്യത്തിനെതിരായ ആക്രമണമായിരിക്കും ഖത്തറിൽ നടത്താൻ പോകുന്നതെന്ന് ഇസ്രയേലിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം അൽ ഹയ്യ ആയിരുന്നു. ആളെ തിരിച്ചറിയുന്നത് ഉറപ്പാക്കാൻ ഇസ്രയേൽ ഓപ്പറേഷൻ 1 ദിവസത്തേക്ക് വൈകിപ്പിച്ചു. ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് അന്തിമ അനുമതി ലഭിച്ചത്. വരാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് US ഉടൻ തന്നെ ഖത്തറിനെ അറിയിക്കുമെന്നതിനാൽ ആക്രമണത്തെക്കുറിച്ച് ട്രംപ് ഭരണകൂടത്തോട് പറയാൻ ഇസ്രയേൽ അവസാന നിമിഷം വരെ കാത്തിരുന്നു. അതേസമയം ഈ അറിയിപ്പ് ഇരു രാജ്യങ്ങളും എങ്ങനെയാണ് കൈമാറിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.